ഒരു വ്യക്തി ജനിച്ച ദിവസത്തെയാണല്ലോ നമ്മൾ ജന്മദിനമെന്നും പിറന്നാളെന്നും പറയുന്നത്. അതൊരു പുണ്യദിനമാണ്. ഈ ഭൂമിയിൽ കാലുകുത്തുവാനായി നമുക്ക് അവസരം ലഭിച്ച ദിവസം. അതുകൊണ്ട് തന്നെ ആ ദിവസം ഏതൊരു വ്യക്തിയും തന്നാൽ കഴിയും വിധം ആഘോഷിക്കാറുണ്ട്. ചിലർ പ്രാർത്ഥനയിൽ മുഴുകിയായിരിക്കും ആഘോഷിക്കുക. ചിലർ ഇഷ്ടദൈവങ്ങളെ ദർശിച്ച് വഴിപാടുകളും മറ്റും നടത്തി ആഘോഷിക്കും. വേറെ ചിലർ അഗതി മന്ദിരങ്ങളിൽ അന്നദാനം നടത്തും. ഇനിയൊരു കൂട്ടർ വീട്ടിൽ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി കുടുംബാംഗങ്ങളോടൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കും പിറന്നാൾ ആഘോഷിക്കുക. നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ജനിച്ച ദിവസത്തിനും തീയതിക്കുമല്ല, ജനിച്ച നാളിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. വർഷം തോറും നമ്മൾ ജനിച്ച മാസത്തിൽ നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസത്തെ ജന്മദിനമായി കണക്കാക്കി ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ്. അന്നേ ദിവസം പിറന്നാളുകാരൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പിറന്നാളുകാരനോ പിറന്നാളുകാരിയോ അച്ഛനെയും അമ്മയെയും നമസ്കരിച്ച് ക്ഷേത്രദർശനം നടത്തണം. അച്ഛനെയും അമ്മയെയും നമസ്കരിക്കാതെയുള്ള ക്ഷേത്രദർശനം പൂർണ്ണ ഫലപ്രാപ്തി നൽകില്ല. അനന്തരം വീട്ടിൽ വിഭവസമൃദ്ധമായ സദ്യയുണ്ടാക്കി അത് ഒരു ഇലയിൽ വീടിൻ്റെ തെക്കുഭാഗത്ത് കൊണ്ടുവച്ച് പിതൃക്കൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഒരു ഇലയിൽ ഇഷ്ടദേവനെ വിളക്ക് കൊളുത്തി സമർപ്പിക്കണം. പിന്നീട് കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം സദ്യ ഉണ്ണാം. ഇനി അഥവാ സദ്യയില്ലെങ്കിൽ പോലും അടുത്ത ദിവസം ഒരു നേരമെങ്കിലും കുടുംബാംഗങ്ങൾക്കൊപ്പം, പ്രത്യേകിച്ച് അച്ഛനമ്മമാർക്കൊപ്പം വേണം ഭക്ഷണം കഴിക്കുവാൻ. എന്നാൽ ഇന്ന് ഇങ്ങനെയൊന്നുമല്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും പാശ്ചാത്യ സംസ്കാരം പിന്തുടരുന്ന നമ്മൾ ജന്മദിനം പോലുള്ള പുണ്യദിനങ്ങൾ പോലും അനുകരണമാക്കി മാറ്റുകയാണ്. ഉദാഹരണത്തിന്, നമ്മുടെ മംഗളകർമ്മങ്ങൾ ഒട്ടുമിക്കയും അഗ്നിയെ സാക്ഷിയാക്കിയാണല്ലോ ചെയ്യുക. കുഞ്ഞിൻ്റെ നൂലുകെട്ടായാലും വിവാഹമായാലും അഗ്നിയെ സാക്ഷിയാക്കിയാണ് നമ്മൾ പണ്ടേ ചെയ്തു പോരുന്നത്. ഒടുവിൽ മരിച്ചാൽ പോലും ചെതിയിൽ വെച്ച് ദഹിപ്പിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയുള്ള അഗ്നിയെ അഥവാ തീയെ കെടുത്തിയാണ് ഇന്ന് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്നെ നയിച്ചാലും എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വെളിച്ചത്തെ ഊതിക്കെടുത്താനാണ് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളും ചുറ്റുകൂടി നിൽക്കുന്നവർ ഹാപ്പി ബർത്ത്ഡേ എന്ന് പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യതിചലിച്ച് വിദേശ സംസ്കാരം സ്വീകരിക്കുമ്പോൾ രണ്ടും തമ്മിലുള്ള അന്തരം കൂടി മനസ്സിലാക്കണം. ഒന്ന് വെളിച്ചത്തെ പ്രാർത്ഥിക്കുന്നു, മറ്റൊന്ന് അത് ഊതിക്കെടുത്തുന്നു. പ്രത്യക്ഷ ദൈവമായ പരമപ്രകാശത്തെ കെടുത്തിയാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്ത് ഹാപ്പിനെസ് ആണ് ഉണ്ടാവുക? അടുത്തത് കേക്ക് കട്ടിംഗ് ആണ്. ഞാനീ പറയുന്നതെല്ലാം എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. പാശ്ചാത്യ വിശ്വാസപ്രകാരം അപ്പം പ്രവാചകന്റെ ശരീരവും വീഞ്ഞ് ശക്തിയുമാണ്. അതുതന്നെയാണ് കേക്ക് കട്ടിംഗ് എന്ന ഈ പാശ്ചാത്യ ആചാരത്തിന് പിന്നിലുള്ളത്. കേക്ക് പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടിയുടെ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് അവൻ്റെ ശരീരം തന്നെ എന്നുറപ്പിക്കുവാൻ അതിന്മേൽ അവൻ്റെ പേരും എഴുതി വയ്ക്കും. എന്നിട്ട് അവനെ കൊണ്ട് തന്നെ അത് കഷ്ണം കഷ്ണമായി മുറിപ്പിക്കുന്നു. സ്വന്തം ശരീരം മുറിച്ച് ആദ്യത്തെ കഷ്ണം അവനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അമ്മയോ അച്ഛനോ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. പുത്തൻ സംസ്കാരത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ രീതിയാണോ അതോ നമ്മുടെ രീതിയാണോ നല്ലതെന്ന് ചിന്തിച്ച് നോക്കണം. പിറന്നാൾ ദിനത്തിൽ കുഞ്ഞുങ്ങളെ ആശംസിക്കാനും അനുഗ്രഹിക്കാനും നമുക്കൊരു മന്ത്രമുണ്ട്. ഏറെ ശ്രേഷ്ഠവും സന്ദർഭത്തിന് അനുയോജ്യവുമായ മന്ത്രം. ഓം ശതം ജീവശരദോ വർദ്ധമാന ശതം ഹേമന്താൾ ശതമുഖമന്താൻ ശതം ഇന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതേ ശതായുഷാഹവിന്മേഷം പുനർദു. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലയോ കുട്ടി, നീ സർവ്വവിധ ഐശ്വര്യത്തോടും കൂടി 100 സംവത്സര കാലങ്ങളും 100 വേനൽക്കാലങ്ങളും 100 ശരത്കാലങ്ങളും കടന്ന് 100 വയസ്സ് വരെ ജീവിക്കട്ടെ. എല്ലാം അറിയുന്ന, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ അറിവുകളുടെയും ഉറവിടമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജദായകനായ പരമ്പൊരുൾ ഈ കുട്ടിക്ക് ഭൗതികവും ആത്മീയവും ഭൗതികവുമായ എല്ലാ അറിവുകളും നൽകി ഒരു 100 വർഷം ജീവിക്കുവാൻ അനുഗ്രഹം നൽകണമെന്നും ഇതിനർത്ഥമുണ്ട്. ഈ സന്ദർഭത്തിലാണ് നാം ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം പാടുന്നത്. എത്രമാത്രം നല്ല ഒരു അനുഗ്രഹ മന്ത്രത്തെയാണ് നാം ഇതിലൂടെ വിസ്മൃതരിലേക്ക് തള്ളിക്കളഞ്ഞതെന്ന് ഓർക്കണം. പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുന്നവരാണല്ലോ നമ്മൾ. സാധാരണ നിലയിൽ പുഷ്പാഞ്ജലിയാണ് പിറന്നാൾ ദിനത്തിൽ പൊതുവെ കഴിക്കാറുള്ള വഴിപാട്. എന്നാൽ പിറന്നാൾ ദിനത്തിൽ കഴിപ്പിക്കേണ്ട ഏറ്റവും ഉത്തമമായ വഴിപാട് ധാരയാണ്.
ശിവന് ധാര വഴിപാടായി സമർപ്പിക്കുന്നത് ഐശ്വര്യവും ആരോഗ്യവും പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം. ധാരയുടെ പ്രസാദമായി ലഭിക്കുന്ന പായസം പിറന്നാൾ ദിനത്തിൽ കഴിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിന് ഉത്തമമാണ്. ധാര നടക്കുന്ന സമയത്ത് ജന്മനക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാകണം. ക്ഷേത്രത്തിൽ ധാര നടക്കുന്ന സമയത്ത് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. ഇതൊക്കെയല്ലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലാതെ വെളിച്ചം ഊതിക്കെടുത്തി ഭ്രാന്തനെ പോലെ കൈക്കുട്ടി ചിരിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. പറ്റുമെങ്കിൽ അന്നേ ദിവസം ആ കുഞ്ഞിനെ കൊണ്ട് അശരണർക്ക് ആഹാരം വിളമ്പിക്കൊടുക്കണം. അത് അവരിൽ കാരുണ്യവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും വളർത്തും. ഒപ്പം തനിക്കുള്ള സൗഭാഗ്യങ്ങളുടെ മൂല്യം അവൻ അറിയുകയും ചെയ്യും. ഇതാണ് ഋഷിമാർ നമ്മെ പഠിപ്പിച്ചത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ജ്യോതിഷപുരാണ സങ്കല്പങ്ങളിലെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാരണം ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ഇതിനോടൊന്നും യോജിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ ആചരിച്ചു വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനമാകട്ടെ, നല്ലൊരു പുതുവർഷമാകട്ടെ എന്ന് വിഷുവാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.